ട്രിപ്പിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം. ഓർമ്മ വരുന്ന എല്ലാം പെട്ടെന്ന് എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നിമിഷത്തേക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപായ്ഗുഡി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക്. ഗേറ്റ് വേ ടു ഡാർജിലിംഗ് ഓർ ഗേറ്റ് വേ ടു സിക്കിം എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഈ ന്യൂ ജൽപായ്ഗുഡി. സിക്കിം, ഗംഗ്ടോക്ക്, ഡാർജിലിംഗ് ഇതേപോലത്തെ ഹിൽ സ്റ്റേഷനൊക്കെ പോകാൻ ഏറ്റവും നിയറസ്റ്റ് സ്റ്റേഷൻ വരുന്നത് ജൽപായ്ഗുഡിയാണ്. നമ്മളെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ആകുകയാണ് ടു വെസ്റ്റ് ബംഗാൾ, ആസാം. എങ്ങനെയാവും എന്താവും ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. ട്രെയിൻ ഇതാ വരാൻ പോവാണ്. നമ്മളിപ്പോ തലശ്ശേരി സ്റ്റേഷനിലാണുള്ളത്. നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. ചെന്നൈ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെന്നൈ വരെ പോകാൻ പോകുന്നത്. S1 കോച്ചിലാണ് ഇപ്പോ റിസർവേഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ ട്രെയിനിൽ കയറി തലശ്ശേരി വിട്ട് ഇപ്പോ മാഹി കഴിഞ്ഞ് വടകരയിലേക്ക് പോവാണ്. നമ്മുടെ യാത്ര എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്, പക്ഷെങ്കില് കിട്ടിയില്ല, റിസർവേഷൻ കിട്ടിയില്ല. തൃശ്ശൂർ വരെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. തൃശ്ശൂരിന്ന് എന്ന് വെച്ചാല് ഈ ആസാമിലെ ഗുവാഹട്ടി വരെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. പിന്നെ ഷൊർണൂര്, പാലക്കാട് ആ ഒരു റൂട്ടിലുണ്ട്. അപ്പൊ അത് ഭയങ്കര റഷാണ്. അത് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ ചെന്നൈയിൽ നിന്നുണ്ട് ഡയറക്റ്റ് ട്രെയിൻ. അതും ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോ അതിന് പകരം പകുതിയായിട്ട് അങ്ങ് എടുത്ത് ചെന്നൈ വരെ ഈ മംഗലാപുരം എക്സ്പ്രസിന് മെയിൽ പോവും. അതുപോലെ ചെന്നൈയിൽ നിന്ന് നേരെ ഹൗറയിലേക്ക് ഹൗറ മെയിലാണ് പോവാ. അപ്പോ അതും റിസർവേഷൻ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹൗറയിൽ നിന്ന് ഡയറക്റ്റ് ജൽപായ്ഗുഡി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതും കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ആ ഒരു റിസർവേഷൻ കിട്ടിയിട്ടുണ്ട്, സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ സീറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ കോഴിക്കോട് എത്തി. ഒരു കേക്ക് കഴിക്കുന്ന കേക്ക് നല്ല കേക്കാണല്ലോ. എവിടുന്ന കേക്ക് വാങ്ങിയേ? അപ്പൊ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാ ഇപ്പൊ കഴിക്കുന്നത്. ഉച്ചയായി. ഇതൊരു ടൈപ്പിലുള്ള ഒരു കേടാവാത്ത ടൈപ്പ് ചോറാണ്. പുളിഞ്ചോറ് എന്നൊക്കെ പറയും നമ്മളെ നാട്ടില്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ഇടുക. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം. കടുകെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം, നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എണ്ണയിൽ ഈ ഒരു മസാല മിക്സ് ആക്കിയിട്ട് അതിൽ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് ചോറിലിട്ടിട്ട് മിക്സ് ആക്കും. അതിൻ്റെ കൂടെ ഈ ചിക്കനും ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഈ ചോറും കഴിക്കുക, ഇടയ്ക്കൊരു ചിക്കനും കഴിക്കുക. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. നമ്മൾ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ 2 ദിവസം ഒന്നും കേടൊന്നും കൂടാണ്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. എഗ്മോർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള മറ്റൊരു സ്റ്റേഷനാണ് ഈ ചെന്നൈ എഗ്മോർ. ഇവിടെ എത്തിയിട്ട് നമ്മളിനിയിപ്പോൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകണം. അവിടുന്നാണ് അടുത്ത ട്രെയിൻ വരുന്നത്. അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ട്രെയിനാണ്. അവിടുന്ന് കയറിയിട്ട് നേരെ ഹൗറയിലേക്ക്. ഇപ്പോൾ എഗ്മോർ സ്റ്റേഷനിലെ ഒരു AC പെയ്ഡ് വെയിറ്റിംഗ് ഹാളിലാണുള്ളത്. തൽക്കാലം ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വിചാരിച്ചു. ഇവിടെ പെർ പേഴ്സൺ 35 രൂപ, 35 പെർ ഹെഡ് ആണ് ഇവിടെ ഓരോ മണിക്കൂറിന് ചാർജ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ചായ കുടിക്കാനോ വെള്ളം വാങ്ങാനോ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഉള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റെയിൽവേന്റെ
പുതിയ നിയമം അനുസരിച്ചിട്ട് 14 രൂപയുള്ളൂ ഒരു വെള്ളത്തിന്റെ ബോട്ടിലിന്. അപ്പൊ അതവിടെ സ്റ്റിക്കറായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ എഗ്മോർ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 11ഓളം പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. അപ്പോ 1 തൊട്ടിട്ട് 6ാമത്തെ പ്ലാറ്റ്ഫോം വരെ ഷോർട്ടർ ഡിസ്റ്റൻസിന് ആയിട്ടുള്ള വണ്ടികൾക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ് 7 തൊട്ട് 11 വരെയുള്ള പ്ലാറ്റ്ഫോമുകൾ ലോങ്ങർ ഡിസ്റ്റൻസ്, എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്, വന്ദേ ഭാരത് ആ ഒരു ടൈപ്പുള്ള ട്രെയിനുകൾക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഉള്ളിലൊരു സ്ക്രീന് കൊടുത്തിട്ടുണ്ട്. ട്രെയിനിന്റെ പേര്, അറൈവൽ, ഡിപ്പാർച്ചർ, പ്ലാറ്റ്ഫോം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നിട്ട് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അതിന്റെ ഇടയ്ക്ക് പരസ്യങ്ങളും വരുന്നുണ്ട്. ഒരു ടിവിയിൽ വിക്രമിന്റെ പടം. അപ്പോൾ ചെന്നൈയിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്, ലൈക്ക്. ഓക്കെ.